നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് റിയൽമി ഏറ്റവും പുതുതായിട്ട് പുറത്തിറക്കിയിരിക്കുന്ന റിയൽമി C11 എന്ന ബജറ്റ് ഫ്രണ്ട്ലി എൻട്രി ലെവൽ സ്മാർട്ട് ഫോണിൻ്റെ വിശേഷങ്ങളാണ്. റിയൽമി C സീരീസിൽ പുറത്തിറക്കുന്ന ഫോണുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവ എൻട്രി ലെവൽ സ്മാർട്ട് ഫോണുകളാണ്. അതായത് അധികം നമ്മുടെ പോക്കറ്റ് കാലിയാക്കാതെ മികച്ച പ്രൈസിങ്ങിൽ വാങ്ങാവുന്ന ഒരു ബജറ്റ് ഫ്രണ്ട്ലി സ്മാർട്ട് ഫോണുകളാണ് C സീരീസിൽ റിയൽമി പുറത്തിറക്കുന്നത്. ഇതിനു മുമ്പേ റിയൽമി C3 എന്നൊരു ഫോൺ പുറത്തിറക്കിയിരുന്നു. അത് നമ്മൾ ഈ ഒരു ചാനലിലൂടെ അൺബോക്സ് ചെയ്ത് അതിൻ്റെ ഒരു റിവ്യൂ ചെയ്തതുമാണ്. അതിനുശേഷം ഇപ്പോൾ റിയൽമി പുറത്തിറക്കിയിരിക്കുന്ന അവരുടെ ഏറ്റവും പുതിയ C സീരീസിലെ ഫോണാണ് റിയൽമി C11. അപ്പോൾ നമുക്ക് ഈ ഒരു ബോക്സ് അൺബോക്സ് ചെയ്ത് ഈ ഒരു ഫോണിനോടൊപ്പം എന്തൊക്കെയാണ് ഈ ഒരു ബോക്സിനകത്തുള്ളത് എന്തൊക്കെയാണ് ഈ ഒരു ഫോണിൻ്റെ വിശേഷങ്ങളെന്നും പരിശോധിക്കുക. അപ്പോൾ ഫോണിൻ്റെ പുറത്തായിട്ട് ഇതുപോലെ C11 എന്നും റിയൽമി എന്ന് എഴുതിയിട്ടുണ്ട്. നമ്പർ 1 ക്വാളിറ്റി സ്മാർട്ട് ഫോൺ ബ്രാൻഡ് എന്ന് ഇവിടെ മുകളിൽ എഴുതിയിട്ടുണ്ട്. ബാക്കിലായി 5000 mAh ബാറ്ററിയാണ് ഈ ഒരു ഫോണിലുള്ളതെന്നും 6.5 ഇഞ്ചിൻ്റെ മിനി ഡ്രോപ്പ് ഫുൾ സ്ക്രീനാണ് ഇതിനുള്ളതെന്നും 13 മെഗാ പിക്സൽ ഉൾപ്പെടെയുള്ള ഡ്യുവൽ ക്യാമറയും ഹീലിയോ G35 പ്രോസറാണ് എന്നുള്ള വിവരങ്ങൾക്ക് ഇതിനകത്തുണ്ട്. സാർ വാല്യൂ അറിയേണ്ടവർക്ക് സാർ വാല്യൂയും കൊടുത്തിട്ടുണ്ട്. 1.007 ആണ് ഹെഡിനുള്ളത്. അതുപോലെ 0.656 ബോഡിക്കുണ്ട് എന്നും കാണിക്കുന്നുണ്ട്. അതുപോലെ ഈ ഒരു ഫോൺ മെയ്ഡ് ഇൻ ഇന്ത്യ ആണെന്ന് ഇവിടെ കൃത്യമായിട്ട് ലേബൽ ചെയ്തിട്ടുണ്ട്. എനിവേ നമുക്ക് ഫോൺ അൺബോക്സ് ചെയ്യാം. മുകളിൽ തന്നെ ഹേയ് വെൽക്കം ടു റിയൽമി ഫാമിലി എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബോക്സിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. സേഫ്റ്റി ഗൈഡ്, അതുപോലെ ഒരു ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ്, ഇവിടെയായിട്ട് സിം ഇജക്ടർ പിന്നും വെച്ചിട്ടുണ്ട്. ഇതേ ഇരിക്കുന്നു നമ്മുടെ റിയൽമി C11 ഫോൺ. ഞാൻ തൽക്കാലം ഒന്ന് മാറ്റി വയ്ക്കുന്നു. ബാക്കി എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. മൈക്രോ USB ചാർജിങ് പോർട്ടാണ് ഈ ഒരു ഫോണിനോടൊപ്പം നൽകിയിരിക്കുന്നത്. ടൈപ്പ് സി അല്ല. ഇത്തരത്തിലൊരു മഞ്ഞ ലൈനിങ്ങും കൂടെ നമുക്ക് കാണാം. അതുപോലെ 10 വാട്ടിൻ്റെ ഒരു ചാർജറാണ് ഈ ഒരു ഫോണിനോടൊപ്പം നൽകിയിരിക്കുന്നത്. ഫോണിന് ബാക്ക് കവർ നൽകിയിട്ടില്ല എന്നുള്ള കാര്യം എടുത്തു പറയുന്നു. പ്രൈസിങ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കും ഒരുപക്ഷെ റിയൽമി അത്തരമുള്ള കാര്യങ്ങൾ ഒഴിവാക്കിയത്. അപ്പോൾ ഇനി നമുക്ക് ഫോണിൻ്റെ വിശേഷങ്ങളൊന്ന് നോക്കാം. യെസ്, ഇതേ ഇരിക്കുന്നു നമ്മുടെ റിയൽമി C11 എന്ന സ്മാർട്ട് ഫോൺ. ഇനി നമുക്ക് ഈ ഒരു ഫോണൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓൺ ചെയ്യുമ്പോൾ തന്നെ ഇതുപോലെ റിയൽമി എന്നും പവർഡ് ബൈ ആൻഡ്രോയിഡ് എന്നും എഴുതിയിട്ടുണ്ട്. ഇനി ഫോണിൻ്റെ വശങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വലത് സൈഡിൽ ഇതുപോലെ വോളിയം റോക്കേഴ്സും പവർ ബട്ടണും കാണാം. താഴെയായിട്ട് 3.5 mm ഓഡിയോ ജാക്കും മൈക്കും ചാർജിങ്ങിനായിട്ടുള്ള മൈക്രോ USB കേബിൾ പോർട്ടും സ്പീക്കർ ഗ്രില്ലും കാണാം. ഇടതുവശത്ത് സിം ട്രേ മാത്രമേ ഉള്ളൂ. മുകളിൽ പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും തന്നെയില്ല. അതുകൊണ്ട് തന്നെയും സെക്കൻഡറി നോയിസ് ക്യാൻസലേഷൻ മൈക്ക് ഈ ഒരു ഫോണിൻ്റെ മുകളിൽ കൊടുത്തിട്ടില്ല. ഇനി ഈ ഒരു ഫോണിൻ്റെ സിം ട്രേ ഏത് ടൈപ്പാണെന്ന് നോക്കാം. യെസ്, ട്രിപ്പിൾ സ്ലോട്ടാണ്. അതുകൊണ്ട് തന്നെയും നമുക്ക് ഒരേ സമയം 2 സിം കാർഡുകളും ഒരു മെമ്മറി കാർഡും ഈ ഒരു ഫോണിനകത്ത് ഉപയോഗിക്കാനാകും. റിയൽമി C11 എന്ന് പറയുന്ന ഈ ഒരു ഫോണിന് ഒരു പ്രത്യേകത ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് അടുത്തിടെ വന്ന റിയൽമിയുടെ ഏതൊരു ഫോണിൽ നിന്നും ഒരു ഡിസൈൻ ചേഞ്ച് നമുക്ക് ഫോണിൻ്റെ ബാക്കിലേക്ക് നോക്കിയാൽ കാണാം. സാധാരണ റിയൽമി ഫോണുകളിൽ ക്യാമറയുടെ മൊഡിയിൽ ഈ ഒരു രീതിയിൽ സ്ക്വയർ ഷേപ്പിലായിരുന്നില്ല. കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പാറ്റേൺ ആയിരുന്നു ആ ഒരു ക്യാമറ മോഡ്യൂളിന് റിയൽമി ഇതുവരെ നൽകിയിരുന്നത്. എന്നാൽ ഈ C11 മുതൽ ഒരു ഡിസൈൻ ചേഞ്ച് വന്നിരിക്കുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യമായിട്ട് എടുത്തു പറയട്ടെ. ഈ ഒരു ഡിസൈൻ ചിലപ്പോൾ വരും ഫോണുകളിലും റിയൽമിയുടെ ഫോണുകളിൽ നമുക്ക് ഒരുപക്ഷെ കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഫോണിൻ്റെ ബാക്ക് സൈഡ് പ്ലാസ്റ്റിക് കൊണ്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. കണ്ടില്ലേ, ഇവിടെ ചെറിയ ലൈൻ ടെക്സ്ചറുകൾ ഇതുപോലെ നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ അത് മികച്ച ഒരു ഗ്രിപ്പ് നൽകുന്നുണ്ട്. കയ്യിൽ നിന്ന് വഴുതി പോകാതിരിക്കാനൊക്കെ ഈ ഒരു ഗ്രിപ്പ് സഹായിക്കും. ഈ ഫോണിൻ്റെ ബോക്സിനോടൊപ്പം കേസ് നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഫോണിന് പോറലുകൾ വീഴാനുള്ള സാധ്യത കൂടുതലാണ്. ഫോണിൻ്റെ ബാക്കിൽ ഇതുപോലെ ഒരു സ്ക്വയർ ഷേപ്പിൽ നീളത്തിൽ കൊടുത്തിട്ടുണ്ട്. അതിനകത്താണ് റിയൽമി എന്ന് വലുതായിട്ട് ഇതുപോലെ എഴുതിയിരിക്കുന്നത്. മൊത്തത്തിൽ ബാക്ക് സൈഡ് കണ്ടു കഴിഞ്ഞാൽ നല്ല ഒരു ഡിസൈൻ തന്നെ റിയൽമി C11 എന്ന ഫോണിന് നൽകിയിട്ടുണ്ട്. ഈ ഫോണിൻ്റെ ഒരു ഇൻ ഹാൻഡ് ഫീൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു ഡിസൈൻ തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. അതുപോലെ ബാക്ക് സൈഡ് നല്ല ഗ്രിപ്പ് ഉള്ളതുകൊണ്ട് കയ്യിൽ നിന്ന് തെന്നി പോകത്തൊന്നുമില്ല. നല്ല കയ്യിൽ ഒതുങ്ങുന്ന ഒരു ഡിസൈൻ തന്നെയാണ്. എനിക്ക് ഈ ഫോണിൻ്റെ ഡിസൈൻ നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു. കാരണം റിയൽമിയുടെ കണ്ടുവന്ന ഡിസൈനിൽ നിന്നൊരു വ്യത്യാസം നമുക്ക് ഈ ഒരു ഫോണിനുണ്ട്. അതുപോലെ ഭാരം അധികം ഭാരമൊന്നുമില്ല, 196 ഗ്രാം മാത്രമാണ് ഈ ഒരു ഫോണിൻ്റെ ഭാരം. നമുക്ക് ഹാൻഡിൽ ചെയ്യാനൊക്കെ അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാം. നല്ല ഡിസൈൻ, മറ്റു പ്രശ്നങ്ങളൊന്നും ഡിസൈൻ ഭാഗത്തില്ല. ഫോണിൻ്റെ ഡിസ്പ്ലേയെക്കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ട് ക്യാമറ ഇതുപോലെ ഏറ്റവും മുകളിൽ ഒരു വാട്ടർ ഡ്രോപ്പ് നോച്ചായിട്ടാണ് നൽകിയിരിക്കുന്നത്.
5 ഇഞ്ചിൻ്റെ HD+ IPS LCD ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിന് നൽകിയിരിക്കുന്നത്. ഫോണിൻ്റെ ഡിസ്പ്ലേക്ക് ചുറ്റുമുള്ള അരികുകൾ സാമാന്യം ചെറുത് തന്നെയാണ്. എന്നാൽ ഏറ്റവും താഴേക്ക് നോക്കുമ്പോൾ ചിഹ്നെന്നറിയപ്പെടുന്ന ഡിസ്പ്ലേയുടെ താഴ്ഭാഗം ഒരല്പം കൂടുതലുള്ളതായി ഫീൽ ചെയ്യുന്നുണ്ട്. ഇതൊരു 720p റെസൊല്യൂഷൻ സ്ക്രീനാണ്. ഈ ഫോണിന് ഒരു കുറവ് വേണമെങ്കിൽ എടുത്ത് പറയാനുണ്ട്. അതായത് ഇതിനകത്ത് ഫിംഗർ പ്രിൻറ്റ് സംവിധാനം നൽകിയിട്ടില്ല. സാധാരണ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളുടെ ബാക്ക് സൈഡിലായിട്ടായിരിക്കും ഫിംഗർ പ്രിൻറ്റ് നൽകാറുള്ളത്. പക്ഷേ ഈ ഫോണിൽ ബാക്ക് സൈഡിലോ ഡിസ്പ്ലേയിലോ ഒന്നും തന്നെ, അല്ലെങ്കിൽ സൈഡ് മൗണ്ടഡ് ആയിട്ടോ ഒന്നും തന്നെ ഫിംഗർ പ്രിൻറ്റ് നൽകിയിട്ടില്ല. എന്നാൽ ഫോണിനകത്ത് ഫേസ് അൺലോക്ക് സിസ്റ്റം ഉണ്ട്. ഇനി ഈ ഒരു ഫേസ് അൺലോക്ക് എത്രത്തോളം വേഗതയിൽ പ്രവർത്തിക്കുന്നു എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇപ്പോൾ സ്ക്രീൻ ഓഫാണ്. ഞാൻ പവർ ബട്ടൺ പ്രസ് ചെയ്ത് സ്ക്രീൻ ഓൺ ചെയ്യുന്നു. ഇനി ഫേസിൻ്റെ അടുത്തേക്ക് സ്ക്രീൻ കൊണ്ടുവരുന്നു. യെസ്, അൺലോക്കായി. സാമാന്യം തരക്കേടില്ലാത്ത വേഗതയിൽ ഫേസ് അൺലോക്ക് ആകുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഓഡിയോ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് ചെക്ക് ചെയ്യാം. നോർമലായിട്ടുള്ള സൗണ്ട്, ഒരു ഭയങ്കരമായിട്ടുള്ള സൗണ്ട് ഔട്ട്പുട്ട് പ്രതീക്ഷിക്കരുത്. മോണോ സ്പീക്കറാണ്, നോർമൽ സൗണ്ട് അത്രമാത്രം പ്രതീക്ഷിക്കുക. ഇനി ഇതിൻ്റെ ഡിസ്പ്ലേയെക്കുറിച്ച് പറഞ്ഞാൽ 720p റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. ഫുൾ HD+ IPS LCD ഡിസ്പ്ലേ ആണ്. കണ്ടില്ല, ഇവിടെ യൂട്യൂബ് വിഷ്വൽസ് കണ്ടിട്ട് കുഴപ്പമില്ലാത്ത വിഷ്വലുകൾ നമുക്ക് കാണാം. മാക്സിമം 720 റെസൊല്യൂഷൻ വരെയുള്ള വിഷ്വലുകൾ മാത്രമേ യൂട്യൂബിൽ നിന്നുമൊക്കെ കാണാൻ സാധിക്കുകയുള്ളൂ. ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ നിന്നൊന്നും അധികമൊന്നും നമുക്ക് പ്രതീക്ഷിക്കാനാവില്ല. കാരണം ഈ ഒരു ഫോണിൻ്റെ പ്രൈസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു കുറവുകളായിട്ട് തന്നെ ഫീൽ ചെയ്യില്ല. കാരണം അത്രയും മികച്ച പ്രൈസിങ്ങിലാണ് Realme C11 എന്ന് പറയുന്ന ഈ ഒരു ഫോൺ റിയൽമി വിൽക്കുന്നത്. ഈ ഒരു ഫോണിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെക്കുറിച്ച് പറഞ്ഞാൽ ആൻഡ്രോയിഡ് 10 അധിഷ്ഠിതമായിട്ടാണ് ഈ ഒരു ഫോൺ പ്രവർത്തിക്കുന്നത്. അതുപോലെ റിയൽമിയുടെ സ്വന്തം യൂസർ ഇൻ്റർഫേസ് ആയിട്ടുള്ള Realme UAE ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. ഈ ഫോണിൻ്റെ ക്യാമറയെക്കുറിച്ച് പറഞ്ഞാൽ ബാക്ക് സൈഡിലായിട്ട് ഇത്തരത്തിൽ 2 ക്യാമറകളാണ് നൽകിയിരിക്കുന്നത്. 13 മെഗാ പിക്സലിൻ്റെ ഒരു പ്രൈമറി ക്യാമറയും 2 മെഗാ പിക്സലിൻ്റെ ഒരു പോർട്രേറ്റ് ലെൻസും നൽകിയിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ അടുത്തായിട്ടൊരു LED ഫ്ലാഷ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. സെൽഫി എടുക്കുന്നതിനായിട്ട് ഇത്തരത്തിൽ വാട്ടർ ഡ്രോപ്പ് നോച്ചായിട്ട് 5 മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറയാണ് ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ തന്നെ നൽകിയിരിക്കുന്നത്. ഈ ഒരു ഫോണിൻ്റെ സ്പെസിഫിക്കേഷനെ കുറിച്ച് പറഞ്ഞാൽ MediaTekൻ്റെ ഹീലിയോ G35 എന്ന് പറയുന്ന പ്രോസസ്സറാണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. ഇന്ത്യയിൽ ഈ ഒരു പ്രോസസ്സറുമായിട്ട് പുറത്തിറങ്ങുന്ന ആദ്യ ഫോൺ എന്ന പ്രത്യേകതയും Realme C11 അവകാശപ്പെട്ടതാണ്. ഈ ഒരു ഫോൺ ഒരൊറ്റ വേരിയൻറ്റിൽ മാത്രമാണ് ലഭ്യമാവുക. 2GB RAM 32GB ഇൻറ്റേർണൽ മെമ്മറി വേരിയൻറ്റ്. അടുത്തതായിട്ട് ഫോണിൻ്റെ ബാറ്ററി സൈഡ് പരിശോധിച്ച് കഴിഞ്ഞാൽ 5000 mAh ബാറ്ററിയാണ് ഈ ഒരു ഫോണിന് ചാർജിൻ്റെ കരുത്ത് പകരുന്നത്. ഇത്രയും ബാറ്ററി കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് തന്നെയും ഈ ഒരു ഫോണിന് റിവേഴ്സ് ചാർജിങ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ കൂടി നൽകിയിട്ടുണ്ട്. അതായത് ഈ ഒരു ഫോൺ വേണമെങ്കിൽ നമുക്കൊരു പവർ ബാങ്ക് പോലെ ഉപയോഗിക്കാൻ സാധിക്കും. ഇതിൽ നിന്ന് കേബിൾ ഉപയോഗിച്ചുകൊണ്ട് മറ്റ് ഫോണുകൾ ചാർജ് ചെയ്യാനും ഈ ഒരു ഫോൺ ഉപയോഗിക്കാൻ സാധിക്കും. ഈ ഒരു ഫോൺ ചാർജ് ചെയ്യുന്നതിന് വേണ്ടി ഈ ഫോണിനോടൊപ്പം നൽകിയിരിക്കുന്നത് 10 വാട്ടിൻ്റെ ചാർജറാണ്. അടുത്തതായിട്ട് ഈ ഒരു ഫോണിൻ്റെ പ്രൈസിംഗ് ആണ്. ഇതൊരു ബജറ്റ് ഫ്രണ്ട്ലി സ്മാർട്ട് ഫോൺ ആണെന്ന് ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു. 7499 രൂപ മാത്രമാണ് Realme C11 എന്ന ഈ ഒരു ഫോണിൻ്റെ വില. ജൂലൈ 22 മുതൽ ഫ്ലിപ്കാർട്ട് വഴി നമുക്ക് ഈ ഒരു ഫോൺ വാങ്ങാൻ സാധിക്കും. അടുത്തതായിട്ട് ഈ ഒരു ഫോണിനെ കുറിച്ചുള്ള ഒരു ഫസ്റ്റ് ഇംപ്രഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ബജറ്റ് ഫ്രണ്ട്ലി സ്മാർട്ട് ഫോണാണ്. 7499 രൂപയ്ക്ക് നമുക്ക് വാങ്ങാൻ സാധിക്കുന്നു. അപ്പോൾ ആർക്കാണ് ഈ ഒരു ഫോൺ കൃത്യമായിട്ട് സ്യൂട്ട് ആകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് 2GB RAM മാത്രമേ ഉള്ളൂ. അതുപോലെ പ്രോസസ്സർ വന്നിട്ട് MediaTekൻ്റെ ഹീലിയോ G35 എന്ന് പറയുന്ന പ്രോസസ്സറാണ്. അതുകൊണ്ട് തന്നെ ഒരു വലിയ ഗ്രാഫിക്സ് സപ്പോർട്ടൊക്കെ ഉള്ള ഗെയിമുകൾ ഈ ഒരു ഫോണിനകത്ത് കളിക്കുക വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ PUBG പോലെയുള്ള ഗെയിമുകൾ ഇതിനകത്ത് ഒരു പക്ഷേ കളിക്കുമ്പോൾ ചെറിയ ലാഗൊക്കെ ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ PUBG ഒക്കെ ഒരുപാട് കളിക്കുന്നവർക്ക് ഈ ഒരു ഫോൺ ഒരിക്കലും സ്യൂട്ടാകില്ല. എന്നാൽ ടെമ്പിൾ റൺ, സബ്വേ സർഫേസ് തുടങ്ങിയ ചെറിയ ഗെയിമുകളൊക്കെ ഈ ഒരു ഫോണിൽ യാതൊരു പ്രശ്നവുമില്ലാതെ കളിക്കാൻ സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെയും വലിയൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആവശ്യമില്ലാത്തവർക്ക് തീർച്ചയായിട്ടും പരിഗണിക്കാവുന്ന ഒരു മോഡൽ തന്നെയാണ് Realme C11. അപ്പോൾ റിയൽമിയുടെ C11 എന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇതുപോലെ ടെക്നോളജി രംഗത്തെ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ഏറ്റവും ആദ്യം നിങ്ങളുടെ മൊബൈലിലെ യൂട്യൂബിലേക്ക് ഒരു നോട്ടിഫിക്കേഷനായി എത്താൻ ഇനിയും നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോയുടെ താഴെ സബ്സ്ക്രൈബ് എന്ന് പറയുന്നൊരു ബട്ടൺ കാണാം. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം. മനോഹരമായ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാവുന്ന പ്രതീക്ഷയോടെ സ്റ്റേ സേഫ്. ബൈ.